അറേബ്യയിൽ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന മുതലാളിയായിരുന്ന ഉമയ്യത്ത് ധാർഷ്ട്യക്കാരനായിരുന്നു. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത, കണ്ടാൽ ഭയപ്പെടുന്ന രൂപഭാവങ്ങളുടെ ഉടമയായിരുന്നു ഉമയ്യത്ത് എന്ന മനുഷ്യൻ. ഒരുപാട് ഒട്ടകങ്ങൾ, ഒരുപാട് ആടുമാടുകൾ, ഒരുപാട് ഈന്തപ്പനത്തോട്ടങ്ങൾ, ഒരുപാട് മുന്തിരിത്തോട്ടങ്ങൾ, ഒരുപാട് കൊട്ടാര സമുച്ചയങ്ങൾ, അങ്ങനെ സമ്പത്തിൻ്റെ വലിയ കൊടുമുടി തന്നെ ഉമയ്യത്തിനുണ്ട്. അങ്ങനെ ഉമയ്യത്തിൻ്റെ കുറേ ആടുകളും കുറേ ഒട്ടകങ്ങളും ഒരു തോട്ടത്തിനകത്ത് കെട്ടിക്കിട്ടിരിക്കുന്നു. അതിനിടയിൽ ഒട്ടകങ്ങളുടെ ഇടയിൽ, ഒട്ടകങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ, ആടുമാടുകൾ കിടന്ന് ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ, ആടിനെ പോലെ ചപ്പ് ചവറുകൾക്കിടയിൽ, കൂനകൾക്കിടയിൽ ഒരു ചെറിയ ശരീരം, കറുത്ത ശരീരം കിടന്ന് തേങ്ങി 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 കരയുകയാണ്. നമ്മളെല്ലാവരും ചിന്തിക്കും, എന്തിനാണ് ആ മനുഷ്യൻ അങ്ങനെ കരയുന്നത്? ആ മനുഷ്യൻ കരഞ്ഞിട്ട് പറയുന്നു, നാളെ നേരം പുലർന്നില്ലായിരുന്നെങ്കിൽ എത്രയോ നന്നായനെ എന്ന് ചിന്തിക്കുകയാണ്. ആ കരയുന്നയാളാണ് നാം പഠിക്കാൻ പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിന്റെ മുകളിൽ പിടിച്ചു കയറ്റിയ മഹാനായ ബിലാലുൽ മുഅദ്ദീൻ റളിയല്ലാഹു അൻഹു.